ഫുട്ബോൾ പരിശീലകൻ എബിൻ റോസ്, അത്ലറ്റിക് പരിശീലകൻ അൻസാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സന്തോഷ് എന്നിവരെല്ലാമാണ് നമുക്കൊപ്പം ചേരുന്നത്. ലോങ് ജമ്പ് താരം ശ്രീശങ്കറുമുണ്ട്. ആദ്യം എബിൻ റോസിലേക്ക്. എബിൻ, വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്, വളരെ വേഗത്തിൽ നമ്മുടെ കായിക മേഖലയ്ക്ക് ഉണരട്ടെ എന്ന്. നിങ്ങൾ ഈ സ്വകാര്യ മേഖലയിലുള്ളവരൊക്കെ നിലവിൽ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കിട്ടുന്ന വിവരം? ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സർക്കാരിൻ്റെ മുമ്പിലേക്ക് നമ്മളെല്ലാം അപേക്ഷയും കത്തുമൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അനുമതി കിട്ടിയില്ല എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങളും കാത്തിരിക്കുകയാണ്. കാര്യം ഒഫീഷ്യലായിട്ടുള്ള ക്ലബ്ബുകൾക്ക് ഇതുവരെയും പെർമിഷൻ ലഭിച്ചിട്ടില്ല. കാര്യം അസോസിയേഷനെ പോലുള്ള ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും റെസ്ട്രിക്ഷൻസ് നമുക്കും ബാധകമാണ്. അപ്പോൾ നിലവിൽ നമ്മളെ പ്രാക്ടീസ് നിരാശാജനകമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാര്യം ഒരു കായിക താരത്തിൻ്റെ ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. റെഗുലർ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കായിക മേഖലയിൽ അല്ലെങ്കിൽ തന്നെ ലോകോത്തര താരങ്ങളുമായിട്ട് വളരെ പിന്നിലാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെടും തോറും നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഫ്യൂച്ചറിലെ കായിക താരങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ സ്കൂളുകളിലും കോളേജിലുള്ള കുട്ടികളുടെ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഇതെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായം പറയാനുള്ളത്. ശരി, ഞാൻ ശ്രീ അൻസറിലേക്ക് വന്നു. ശ്രീ അൻസർ, അത്ലറ്റ്സിൻ്റെ ഒരു നീണ്ട കാലയളവാണ് നഷ്ടപ്പെട്ടത്. ഇനി അവർ പഴയ ഒരു ഫിറ്റ്നസ് ഒക്കെ തിരികെ പിടിക്കണമെങ്കിൽ എത്ര വലിയ കഷ്ടപ്പാട് നടത്തേണ്ടി വരുമെന്ന് വ്യക്തമാണ്. അപ്പോൾ നിങ്ങളും സ്വകാര്യ ഇടങ്ങളിലൊക്കെ പരിശീലനം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? അതിന് നിങ്ങൾ പലതവണ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഏകദേശം നിശ്ചലമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപ്പൊ നിലവില് ഞങ്ങൾക്ക് നേരിട്ട് പ്രതിസന്ധി എന്ന് പറയുന്നതിൽ ഒരു 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്ന് തുടർച്ചയായ ഒരു 5 വർഷം പരിശീലിക്കുമ്പോഴാണ് അവരൊരു കായിക മത്സരത്തിലേക്ക് അവർ പ്രാപ്തരാകുന്നത്. ഏകദേശം അത്തരത്തിലുള്ള ധാരാളം കുട്ടികളുടെ മത്സരങ്ങൾ ഇല്ലാത്തൊരു കാഴ്ച എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കുട്ടികൾ കഴിഞ്ഞ വർഷം തന്നെ ദേശീയ മത്സരങ്ങളൊക്കെ പങ്കെടുത്ത കുട്ടികൾ ഇപ്പോൾ മികച്ച ഒരു പ്രകടനത്തിലേക്ക് എത്തേണ്ടുന്ന ഒരു സമയം കൂടി ആയി നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ട് കുട്ടികൾക്കും ഒക്കെ മാനസികമായിട്ടും ഒക്കെ പ്രയാസം നേരിടുന്നു. പിന്നെ അതുപോലെ ഈ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഡിഗ്രിയും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് ആകുന്നത്. കാരണം അവർക്ക് ഈ ഒരു മത്സരത്തിന്റെ പ്രകടനം വെച്ചുകൊണ്ടാണ് അടുത്ത തലങ്ങളിലേക്ക് അവർക്ക് വളരുവാനും സമൂഹത്തിന്റെ മുന്നിലേക്ക് അവരുടെ കായിക മികവൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം 10ാം ക്ലാസ്സും +2ലൊക്കെ ഉള്ള കുട്ടികൾക്ക് നഷ്ടമാക്കുക എന്നത് ആ കായിക താരത്തിന്റെ തന്നെ ചിലപ്പോൾ ഇല്ലായ്മയിലേക്ക് പോകുന്ന ഒരു കാര്യം. ശരിയാണ്, അവരുടെ സാധ്യതകളെ വഴിതടയിലാകും. അവരുടെ പഠനം നഷ്ടപ്പെടുന്ന പോലെ കായിക മേഖലയിലെ ഈ മാസങ്ങളുടെ നഷ്ടപ്പെടൽ വലിയ തിരിച്ചടി തന്നെയാണ്. ശ്രീശങ്കറിലേക്ക് കൂടി പോകും, ഞാൻ തിരികെ വരാം. ശ്രീശങ്കർ സ്വന്തം നിലയ്ക്ക് പരിശീലനം നടത്തുന്നതാണ്. പാലക്കാട് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തൽക്കാലം താങ്കൾക്ക് എന്തായാലും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് സഹതാരങ്ങളെക്കുറിച്ചൊക്കെ വിവരങ്ങൾ തേടാറുണ്ടോ? അവരുടെ പരിശീലനം നടക്കുന്നുണ്ടോ? ശ്രീശങ്കർ തന്നെ ഈ ഇത് തുറന്നു കൊടുക്കാത്തത് നിങ്ങളുടെ ഒരു പരിശീലന രീതികളെ ബാധിക്കുന്നുണ്ടോ? ഒരു സർക്കാർ ഇടം കിട്ടാത്തത്? ആക്ച്വലി ഈ കോവിഡ് മഹാമാരി നമുക്കെല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ മാർച്ച് 24-ാം തീയതി ലോക്ക്ഡൗൺ അതിനുശേഷം നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു. ഈ വർഷം 2020 ഒരു നിർണായക വർഷമായിരുന്നു. ഒളിമ്പിക്സ് പ്ലാൻ ചെയ്ത വർഷമായിരുന്നു. പക്ഷേ കോവിഡ് കാരണം എല്ലാം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം എനിക്ക് കഴിഞ്ഞ 2019 സീസണിന് ശേഷം ഞങ്ങൾ വളരെ നിർണായകമായ ഒരു ഡിസിഷൻ എടുത്താണ്. കാരണം ഞങ്ങൾ വെയ്റ്റ് ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സും ഒരുപാട് സ്പോർട്ട് ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സും ഞങ്ങൾ പേഴ്സണലായിട്ട് വാങ്ങാനൊരു തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ അത് ഞങ്ങളെ ഈ വർഷം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അത് ഞങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വേറെ ജിമ്മിനെയോ വേറെ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്റേഴ്സിനെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് സ്വയം ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ആ വഴി കിട്ടിയിരുന്നു. ലോക്ക്ഡൗണിന് ശേഷം ഞങ്ങൾ പെർമിഷൻ എടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് എല്ലാ ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സും വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു വീട്ടിൽ തന്നെ ഒരു ട്രെയിനിങ് ബേസ് തന്നെ സെറ്റ് ചെയ്തു പ്രോപ്പറായിട്ട്. അതുകൊണ്ട്
ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് പേഴ്സണലായിട്ട് മിസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നില്ല. ശ്രീശങ്കറിന്റെ ഒപ്പം പല ഇനങ്ങളിൽ മത്സരിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലുള്ളവർക്ക് എത്ര പേർക്ക് പരിശീലനത്തിന് അവസരം ലഭിക്കുന്നുണ്ട്? ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ജില്ലാ സ്പോർട്സ് കൗൺസിലൊക്കെ ഇതിൻ്റെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുവെന്ന് കേൾക്കുന്നു. പക്ഷേ എങ്ങനെയാണ് മറ്റ് താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ശ്രീശങ്കരൻ ഇതെല്ലാം സ്വന്തമായി വാങ്ങാൻ കഴിഞ്ഞു, അത് പറ്റാത്ത ഈ ബഡ്ഡിംഗ് രംഗത്ത് അല്ലെങ്കിൽ അങ്ങനെ ആ സ്റ്റേജിൽ നിൽക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ ജില്ലയിൽ പൊതുവെ? അതെ അതെ സാധാരണ ഇപ്പോൾ ഗവൺമെൻറ് കീഴിലുള്ള അക്കാഡമീസ് ആണെങ്കിലും ഇപ്പോൾ സ്പോർട്സ് സ്കൂളുകൾ ആണെങ്കിലും ഇപ്പോഴും അവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈവൻ ദോ അടുത്ത വർഷത്തെ കോമ്പറ്റീഷൻ കാലണ്ടർ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒന്നും തുറന്നിട്ടില്ല. സ്പോർട്സ് കൗൺസിൽ അണ്ടറിലൊന്നും ഹോസ്റ്റൽസ് ഒന്നും തുറന്നിട്ടില്ല. അത് കുട്ടികളെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പേഴ്സണലായിട്ട് കോൾ ചെയ്യുമ്പോഴും അവർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ട്രെയിനിങ് ഇപ്പോഴും അവർ ഫുൾ സ്വിങ്ങിലോട്ട് ട്രെയിനിങ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ട്രെയിനിങ് കണ്ടിന്യൂറ്റി എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും നമ്മൾ വൈകിപ്പിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനിയും കോവിഡ് പ്രോട്ടോകോൾസ് പാലിച്ച് ട്രെയിനിങ് സെൻറ്റേഴ്സ് എല്ലാം തുടങ്ങി. അത്ലീറ്റ്സ് പഴയ രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ദിവസം നമ്മൾ ആ ട്രെയിനിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അത് ബോഡിയും നമ്മുടെ പെർഫോമൻസ് ഫിറ്റ്നസ് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു പരിധി വരെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, എന്നാലും പഴയ ഒരു ട്രെയിനിങ് ലെവലിലോട്ട് ഇപ്പോഴും വരുന്നില്ല. ഗ്രൗണ്ട് ഇപ്പോഴും അവൈലബിൾ അല്ല. ഞങ്ങൾക്ക് ജിമ്മും ഇപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പോൾ ശ്രീശങ്കർ പറഞ്ഞു കേട്ടല്ലോ, കുറച്ച് പേർക്ക് അവർക്ക് നേരത്തെ മുൻകൂട്ടി അവർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിയിരുന്നതുകൊണ്ട് നിലവിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അതില്ലാത്ത ഫുട്ബോൾ രംഗത്തായാലും മറ്റ് കായിക ഇനങ്ങളിലൊക്കെ അത് പറ്റാത്ത ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് മുന്നോട്ട് വരാനുള്ള വഴി. അത് ഇനിയും ഇങ്ങനെ നീണ്ടു പോകുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇനി വൈകില്ല, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്ന്? ഒരിക്കലുമില്ല. കാര്യം കായിക മേഖലയെക്കുറിച്ച് ഡിസ്കഷൻ പോലും വന്നത് എനിക്ക് തോന്നുന്നു ഈ ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. ചാനൽ പോലും അത് ശരിക്കും അതിൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ പലവട്ടം ഒരുപാട് കായിക അധ്യാപകർ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് അക്കാഡമീസ് റൺ ചെയ്യുന്നവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. കാര്യം അവർക്ക് ഒരു മികച്ച കായിക താരം ആകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം പുതിയ രീതികളിൽ അക്കാഡമികളൊക്കെ റൺ ചെയ്യാനും അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് കിട്ടി അവർ നല്ല രീതിയിൽ രൂപീകരിച്ച് വന്നപ്പോഴാണ്, അതായത് ഗവൺമെൻറ് ജോലി കൊടുത്തില്ലെങ്കിലും അവർക്ക് കായിക മേഖല വഴി സമ്പാദിക്കാനും അല്ലെങ്കിൽ കുടുംബം പോറ്റാനും ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുങ്ങി വന്നതാണ്. പക്ഷേ ആ സാഹചര്യത്തിലാണ് നമുക്ക് ഈ ലോക്ക്ഡൗൺ വരികയും ഇതുപോലുള്ള മാർഗ്ഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നമ്മളിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ശരിക്കും വളരെ സാമ്പത്തികമായിട്ട് കളിക്കാർ മാത്രമല്ല, കായിക താരങ്ങളും അല്ലെങ്കിൽ കോച്ചസും ഈ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലുള്ള ഒരുപാട് ആൾക്കാർ പ്രൈവറ്റ് മേഖലയിലുള്ളവർ ആകെ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അവർക്ക് വേറൊരു തൊഴിലറിയില്ല. പലരും മികച്ച കളിക്കാരായിരുന്നിട്ട് അവർക്ക് ജോലി ലഭിക്കാതെ പോയി, പിന്നെ കോച്ചസായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിന് സ്പോർട്സ് കൗൺസിലും ഗവൺമെൻറ് ശക്തമായി തന്നെ അത് ഇടപെടേണ്ടിയിരിക്കുന്നു. കാര്യം വളരെ പരിതാപകരമാണ് കായിക താരങ്ങളുടെ അവസ്ഥ.